ആദരണീയരായ ശ്രോതാക്കളെ, ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ സേവകരെ, വേദിയിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലാ സോണിന്റെ പ്രസിഡന്റായിരിക്കുന്ന ശ്രീമതി ഡോക്ടർ സെലിൻ ഫിലിപ്പ്, ഈ വേദിയുടെ അധ്യക്ഷനായിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് ശ്രീ സാജു പോൾ, അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ അനിഷേധനായ നേതാവ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് മാത്യു വിൽസൺ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന CPM-ന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് അരുൺകുമാർ. നമ്മളെ സംബന്ധിച്ച് ഈ വേദിയിൽ അദ്ദേഹം നമ്മുടെ ഒരു ഗസ്റ്റാണ്. അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ പ്രാദേശികവും ജില്ലാതലവും സംസ്ഥാന തലത്തിലുമുള്ള നിരവധി നേതാക്കന്മാർ വേദിയിൽ സദസ്സിലിരിക്കുന്ന സന്നദ്ധ സേവകരെ, നേതാക്കന്മാരെ, നിങ്ങൾക്കെന്റെ നമസ്കാരം. സ്വാഗത പ്രസംഗത്തിനാണ് എനിക്ക് ചുമതല തന്നിരിക്കുന്നത്. ഈ വരുന്ന ഏപ്രിൽ 26-ന് 2-3 ദിവസം കഴിയുമ്പോൾ നാം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളെക്കാൾ ഈ തെരഞ്ഞെടുപ്പ് പ്രാധാന്യം അർഹിക്കുന്നത് എന്നൊരു സംശയം പൊതുവെ മനസ്സിലുണ്ടാകാം. പ്രത്യേകിച്ച് രാഷ്ട്രീയ ബോധം കുറഞ്ഞ ആളുകൾക്ക് ഉണ്ടാകാം. ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ രാഷ്ട്രീയം അധികം ശ്രദ്ധിക്കാതെ പോകുന്നവർ ചിന്തിക്കാം, സാധാരണ നടക്കുന്നത് പോലെ തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പല്ലേ ഇത് എന്ന്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ തീരുമാനിക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുമോ എന്നതല്ല. രാജ്യം കാണും. അതിപ്രാചീന കാലം മുതലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇവിടെ ഉണ്ടായിരുന്നു, ഉണ്ടായിരിക്കും. രാജ്യങ്ങളുടെ സമൂഹമായി ഇന്ത്യ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടായിരിക്കും. പക്ഷേ ചോദ്യം അതല്ല. വെറും 75 വർഷങ്ങളായി നാം കൈയാളുന്ന 1950-ൽ റിപ്പബ്ലിക്കായി ഇന്ത്യ, ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത റിപ്പബ്ലിക്കായ ഒരു സംഭവമാണ് 1950-ൽ ഭാരതത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടന നിരൂപിക്കുകയുണ്ടായതുകൊണ്ട് ഒരു ഭരണഘടനാ രൂപീകരണത്തോടു കൂടി നമുക്കുണ്ടായത്. റിപ്പബ്ലിക്കായി വീണ്ടും അത് പബ്ലിക്കിനെ ഏൽപ്പിച്ചു. സാധാരണ ജനങ്ങളുടെ കൈകളിലേക്ക് രാജ്യത്തെ ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ പിതാമഹന്മാർ കടന്നു പോകുന്നത്. അതുകൊണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ കയ്യിലേക്ക് ഇതാ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്താണെന്ന് ആം ആദ്മി പാർട്ടി ഒരു മുദ്രാവാക്യത്തിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ, അതാണ് ആ മുദ്രാവാക്യം. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടി നോ വോട്ട് ഫോർ BJP. കാരണം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ തകർക്കുന്ന ഒരു ഭരണ സംവിധാനം ഭരണഘടനയ്ക്കിടയ്ക്കൂടെ നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിലെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുകയാണ് നമ്മുടെ മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർമ്മ വരുന്നതും അതുപോലെ എല്ലാവരും ഓർക്കേണ്ടതും ഈ തെരഞ്ഞെടുപ്പിലൂടെ നാം തീരുമാനിക്കുന്നത് നമുക്ക് ഗാന്ധി വേണോ അതോ ഗോഡ്സെ വേണോ എന്നാണ്. ഗാന്ധി വേണോ അതോ ഗോഡ്സെ വേണോ എന്ന് ചിന്തിക്കാനുള്ള കാരണം നീതി വേണോ അനീതി വേണോ എന്ന ചോദ്യമാണ് ഭരണകർത്താവായ മോദിജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അഴിമതി വേണോ, അഴിമതി രാഹിത്യം വേണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അക്രമം വേണോ, സമാധാനം വേണോ എന്ന ചോദ്യം ഉയരുന്നു. മഹാബലി വേണോ, പാതാളത്തിലേക്ക് തള്ളിവിട്ട വാമനൻ വേണോ എന്ന ചോദ്യമാണ് മലയാളികളുടെ മുന്നിലേക്ക് ഈ ഇലക്ഷനിൽ ചോദ്യം ഉയരുന്നത്. മഹാബലിയുടെ കാര്യം ഓർക്കുമ്പോൾ നാം എപ്പോഴും മറന്നു പോകാതെ ഓർക്കുന്ന ലേഖ ടീച്ചർ കോട്ടയത്ത് കഴിഞ്ഞ ദിവസം പാടിക്കേട്ട ഒരു പാട്ടുണ്ട്. നമ്മുടെ ഓണപ്പാട്ടല്ലാതെ മറ്റൊന്നുമില്ല. സമത്വം, നമുക്ക് വേണ്ടി സമത്വത്തിന്റെ പാട്ട് പാടിക്കടന്നുകൊണ്ട്
ലേഖ ടീച്ചറിനോട് 2 ലൈൻ ശ്ലോകം പാടുന്നതിന് വേണ്ടി പറയാൻ ഇതിന് പ്രസക്തിയുണ്ട്. ദയവായി. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമുട്ടില്ലതാനും കല്ലവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം കള്ളക്കറയും ചെറുനാഴിയും എല്ലോളമില്ല പൊളിവചനം എല്ലോളമില്ല പൊളിവചനം. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ സമത്വത്തിന്റെ കാലം തിരിച്ചു വരുന്നതിന് വേണ്ടി ഒരു ഭരണഘടന മഹാത്മാ അംബേദ്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ആശീർവാദത്തോടു കൂടി ആ മഹാബലിയെ വാമനനായി അസൂയ പൂണ്ട വാമനന്മാർ, ഭഗവാന്മാർ, അസൂയ പൂണ്ട ഭഗവാന്മാർ ലോകത്തേക്ക് അവതരിച്ചതിന് ശേഷം ആ മഹാബലിയാക്കി പാതാളത്തിലേക്ക് തള്ളി ചവിട്ടി താഴ്ത്തുകയായിരുന്നു ചെയ്തത്. വാമനൻ ചെയ്ത ചതിയാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്തത്? വാമനൻ അത് ചെയ്തത് ജനങ്ങൾക്ക് സമാനമായ നീതി നടപ്പാക്കി. എല്ലാവർക്കും തുല്യത ഉണ്ടായി. പൊളിവചനങ്ങൾ ഇല്ലാതെയായി. ഇന്ന് പൊളിവചനങ്ങൾ പറയുന്ന മോദി ഇതാ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും വാമനന്റെ അസൂയ ഇതാ പുറത്തെടുത്ത് വന്നിരിക്കുന്നു. അസൂയ പൂണ്ട വാമനനായ മോദി കേജ്രിവാൾ എന്ന നീതിമാനെ, മഹാബലിയെ പോലെ ഒരു രാജാവിനെ ഡൽഹിയുടെ മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വരെ ആയേക്കുമെന്ന ഭയത്തിൽ അസൂയ പൂണ്ടിട്ട് തിഹാർ ജയിലിലേക്ക്, പാതാളത്തിലേക്ക് തള്ളുന്നത് പോലെ, ചവിട്ടി താഴ്ത്തുന്നത് പോലെ താഴ്ത്താൻ ശ്രമിച്ച മോദിയെ വെറുതെ വിട്ടുകൂടാ ജനങ്ങളെ. ഈ ആഹ്വാനത്തിന്റെ പുറകെയാണ് നോ വോട്ട് ഫോർ BJP. ജനങ്ങൾ തീരുമാനിക്കണം. മോദിയെ പോലൊരു വ്യക്തി ഇന്ത്യ ഭരിക്കാൻ യോഗ്യനാണോ അല്ലയോ എന്ന് തീരുമാനിക്കണം. നോ വോട്ട് ഫോർ BJP. ഈ ഒരു ആഹ്വാനത്തിന് വേണ്ടി ഒന്നാം തരം പ്രസംഗങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടി നമ്മുടെ വേദിയിലേക്ക് നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് സാജു പോൾ എറണാകുളം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഒരു പരിചയപ്പെടുത്തൽ കൂടിയാണ് ഈ സ്വാഗതം ചെയ്യുന്നത് വഴി വേദിയിലിരിക്കുന്നവർക്ക്, സദസ്സിലിരിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് പേരെടുത്ത് പറയാതിരിക്കുന്നത് ശരിയല്ല. നമ്മുടെ ഊർജ്ജസ്വലയായ സോണലിന്റെ പ്രസിഡന്റ് ഡോക്ടർ സെലിൻ മാഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഇടുക്കിയുടെ 3 ജില്ലകളുടെയാണ് ഈ ഇവിടെ കൂടിയിരിക്കുന്ന വോളണ്ടിയർ സന്നദ്ധ സേവന്മാർ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് ജേക്കബ് ഏട്ടുതൊട്ടിയിൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം സ്വാഗതം ചെയ്യേണ്ടത് സോണലിന്റെ സെക്രട്ടറി ഉണ്ട്, നമ്മുടെ ഡോക്ടർ സക്കീർ അലി സാറുണ്ട്. സക്കീർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി, നമ്മുടെ വിശിഷ്ട പ്രസംഗകനായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സ്വന്തം ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടകനായിരിക്കുന്ന വിനോദ് മാത്യു വിൽസനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ നമ്മുടെ ജനറൽ സെക്രട്ടറി അരുൺ എ, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നവീൻജി നാദമണി എത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടി നേരത്തെ ഞാൻ അറിയിച്ചു CPM-ന്റെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ് അരുൺകുമാർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് ട്രഷറർ ഇവിടെ ഉണ്ട്, ഹെൻറി മോസസ്. അദ്ദേഹം നമുക്ക് ഈ റാലിയുടെ പതാക സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം റാലി തുടങ്ങിയത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ സാജു കണ്ണന്തറ, നമ്മുടെ സ്റ്റേറ്റ് സ്പോക്സ്പേഴ്സൺ. അതുപോലെ തന്നെ SPS-ന്റെ പ്രസിഡന്റ് ശശികുമാർ പാലക്കളം. അതുപോലെ സെക്രട്ടറിമാരായ നമ്മുടെ റെനി സ്റ്റീഫൻ. അതുപോലെ തന്നെ വനിതാ വിങ്ങിന്റെ പ്രസിഡന്റായ നമ്മുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ഡോക്ടർ സബീന എബ്രഹാം. അതുപോലെ ജോൺസൺ സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ പരിപാടികൾക്ക് മുഴുവൻ സ്വരമായി കൊണ്ട് നമ്മുടെ മുന്നേ നടന്ന
ജോൺസൺ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. അതുപോലെ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം. താങ്ക് യു ജോയ് സാർ. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ സാജു പോൾ അവരുടെ വേദിയിലേക്ക് സ്നേഹാദരം പ്രവേശിക്കുന്നു.